എല്ലാ കലാസ്നേഹികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആർട്ട് റൂം ടോക്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ പ്രിൻറ്റിംഗ് ആണ്. നമ്മൾ സാധാരണ വുഡൻ ബ്ലോക്ക് വെച്ചിട്ടൊക്കെ ക്ലോത്തിൽ പ്രിൻ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ നൈഫ് എടുക്കണം. പേപ്പർ നൈഫ് വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോന് നമ്മൾ രണ്ടായിട്ട് മുറിക്കണം. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഭയങ്കര വലിയ പൊട്ടറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസ് തന്നെ ധാരാളം മതി. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്യുന്നത്. സാധാരണ വുഡൻ ബ്ലോക്സിൽ വരുന്ന പോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്കിതിൽ പറ്റില്ല. എങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഈക്വലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ നമ്മളതിൽ വരച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പെൻസിലോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ അത് വരയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കണത്. സ്കെച്ച് പെന്ന് ചിലപ്പോൾ അതിൽ അത്രയും തെളിയണമെന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുമല്ലോ പൊട്ടറ്റോയിൽ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം കാരണം നിങ്ങളുടെ പെന്ന് ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ഞാനിവിടെ ഒരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പെറ്റൽ വരച്ചത്. ഈ പെറ്റൽ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം. ഇനി പേപ്പർ കട്ടറിൻ്റെ കുറച്ച് പോർഷൻസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അടിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കുഴിച്ച് കൊണ്ടുവരണം. ഇതൊരു സ്റ്റാമ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പൊട്ടറ്റോയിൽ നിന്നൊരു സ്റ്റാമ്പ് പോലെ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഷേപ്പ് മാത്രമായിട്ട് നിങ്ങൾക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ പോർഷൻസ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ പോർഷൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഷേപ്പ് മാത്രം അവിടെ വെച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. പൊട്ടറ്റോ പ്രിൻറ്റിങ് ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊന്നും കട്ടായി പോവാതെ സൂക്ഷിക്കണം. ഈ ടൈം ഇച്ചിരി എടുത്തിട്ട് വേണം നിങ്ങൾ ഈ കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിൻറ്റിങ് നമുക്ക് വളരെ ഈസിയാണ്. ഈ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ചെയ്യാൻ ഈസിയാണ്. ഈ ഷേപ്പ് ഉണ്ടാക്കലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണം. കുട്ടികളൊക്കെയാണ് ചെയ്യണമെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഈ ബ്ലേഡ് അധികം പുറത്തേക്ക് എടുക്കാതെ കുറച്ച് പോർഷൻ മാത്രം, അതിൻ്റെ ടിപ്പ് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയൊന്നും മുറിയാതെ സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മളുടെ പെറ്റൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലീഫും ചെയ്യണം. ലീഫൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ചെയ്താൽ മതി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലീഫാണ് ഞാനിപ്പോൾ ഇതിന്മേൽ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ടൈപ്പ്. പിന്നെ അതിൻ്റെ വെയിൻസൊക്കെ ലീഫിൻ്റെ ഇടയിലുള്ള ഞരമ്പുകളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അതൊരു ചെറുതായിട്ട് സൂക്ഷിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ലൈൻ പോലെയുള്ള ഒരു പോർഷൻ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അത് കട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലേഡ് ചെറുതായി ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെൻറ്ററിൽ ഒരു ലൈൻ പോലെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ആ ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാണ്. സാധാരണ നമ്മളെപ്പോഴും വുഡൻ ബ്ലോക്സിലുള്ള പ്രിൻ്റുകളല്ലേ നമ്മളധികം കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ പൊട്ടറ്റോ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്വന്തം ഡിസൈൻസൊക്കെ നമുക്ക് ഇതേപോലെ കൊണ്ടുവരാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് ബാഗിലാണ്. ഷോപ്പിംഗ് ബാഗ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഇപ്പം ക്ലോത്ത് ബാഗ്സ് കിട്ടുന്നുണ്ടല്ലോ. നമുക്കത് ഭംഗിയാക്കി എടുക്കാം ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ അതുപോലെ ചെയ്തിട്ട്. ഇനി നിങ്ങൾക്കിത് പില്ലോ, കവറുമേ, ബെഡ്ഷീറ്റ്, നിങ്ങളുടെ ചുരിദാറിൻ്റെ നെക്ക് പോർഷൻസിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പൊട്ടാറ്റോ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ എയർ ടൈറ്റ് ടിന്നിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഇരിക്കും. 2 ദിവസമൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെയും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ സെയിം പൊട്ടാറ്റോ തന്നെ യൂസ് ചെയ്യാം. പിന്നെ വേറെ കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ പൊട്ടാറ്റോ നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. വെയിൻസൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിരിക്കണം. നിങ്ങൾ സൂക്ഷിച്ച് അതിൻ്റെ വെയിൻസിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കണം.
നിങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണിയുടെ അടിഭാഗത്ത് ഫസ്റ്റ് ആ പ്രിൻ്റ് ചെയ്യുന്ന പോർഷൻ്റെ അടിഭാഗത്ത് നമ്മൾ ഒരു പേപ്പർ വെക്കണം, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള പേപ്പർ വെക്കണം. അല്ലെങ്കിൽ കളർ അതിൻ്റെ അടിഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്പ്രെഡ് ആവും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക് കളർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് കളർ വേണമെങ്കിൽ ഫാബ്രിക് കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് കളറാണ് കേട്ടോ. ട്യൂബിൽ വരുന്ന അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ റെഡ് കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു പെറ്റൽ കട്ട് ചെയ്തെടുത്തത് റെഡ് കളർ ഉപയോഗിച്ച്, റെഡും അതിൻ്റെ മിഡിൽ പോർഷൻ ചെറുതായി യെല്ലോ കൊടുത്തിട്ട്, അപ്പോൾ ഒരു 2 കളർ വെച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യണത്. 2 കളർ വെച്ചിട്ടോ 3 കളർ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ കളേഴ്സ് എവിടെയൊക്കെയാണ്